ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പത്തനംതിട്ട തന്നെയാണ് ഉള്ളത്. പിറ്റേ ദിവസം രാവിലെയാണ്. അപ്പോൾ രാവിലെ ചിഞ്ചേച്ചി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കാവിലോട്ട് പോവാണ്. ഇന്ന് ഉത്സവമാണ്. അപ്പോൾ രാവിലെ ഇവർക്ക് പറയൊക്കെ ഇടണം. നമുക്കാണെങ്കിൽ അമ്പലത്തിലും തൊഴാൻ പോകണം. ഒട്ടും പ്രതീക്ഷിച്ചില്ല പോകുന്നുള്ള കാര്യം. രാവിലെ എഴുന്നേറ്റപ്പോൾ കുഞ്ഞ് പറഞ്ഞു പോവാം, നമുക്ക് അമ്മച്ചിയും കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ ഞങ്ങൾ റെഡിയായി. അങ്ങനെ അവരുടെ വണ്ടിയിൽ അങ്ങോട്ട് പോയി. ഞങ്ങളെല്ലാവരും റെഡിയായിട്ട് നമ്മുടെ വണ്ടിയിൽ പോകാൻ തുടങ്ങുവാണ്. അപ്പോൾ എല്ലാവരും വണ്ടിയിൽ കയറി. 2 വണ്ടിയിൽ പോകേണ്ട, നമ്മൾ ഇത്രയും പേരെല്ലാം ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ കാറിലങ്ങ് പോകാമെന്നും പറഞ്ഞ് നമ്മളെല്ലാവരും കൂടെ കാവിലോട്ട് പോവാണ്. നല്ല കയറ്റമാണ് കേട്ടോ. ഏട്ടൻ ഇതുവരെ കാവിൽ വന്നിട്ടില്ല. കുഞ്ഞിയുടെ കല്യാണത്തിന് വന്നപ്പോഴും ഞങ്ങളാണെങ്കിൽ ഓട്ടോയിലാണ് ഞാനും കുഞ്ഞിയും കാശിയും കൂടെ വന്നത്. ഏട്ടൻ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ വന്നപ്പോഴും ഞാൻ പറയുന്നുണ്ട് നല്ല രസമായിട്ട് അവിടെ പോകാൻ. ഒരു ദിവസം നമുക്ക് പോകണമെന്നൊക്കെ പറഞ്ഞെങ്കിൽ ഇത്ര പെട്ടെന്ന് നടക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഇന്ന് രാവിലെ എന്തായാലും എല്ലാവരും കുളിച്ച് റെഡിയായിട്ട് നമ്മൾ കാവിലോട്ടെത്തി. എല്ലാവരും കൂടി ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ഏട്ടൻ കാറിട്ടിട്ട് വരാൻ വേണ്ടിയിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം നോക്കി പോയതാണ് ഏട്ടൻ. അപ്പം നമ്മുടെ കേശുക്കുട്ടനാണ് വീഡിയോസൊക്കെ എടുത്തു തരുന്നത്. അപ്പോൾ നമ്മളിങ്ങോട്ട് കയറി വന്നിടത്തേക്ക് ഒരു അമ്മൂമ്മ കൈ പിടിച്ചിട്ട് ചോദിക്കുന്നു, അറിയാമോ മനസ്സിലായോ എന്നൊക്കെ ചോദിക്കുന്നു. പക്ഷേ ആ അമ്മൂമ്മയ്ക്ക് ആൾ തെറ്റിയാണ് കേട്ടോ അമ്മച്ചിയുടെ അടുത്ത് കൈയൊക്കെ കൊടുത്തത്. അമ്മച്ചി പറഞ്ഞു എനിക്കറിയത്തില്ല ആ പുള്ളിക്കാരിയെ, ആൾ മാറിയും കണ്ട് എന്നോട് മിണ്ടിയതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളതും പറഞ്ഞുകൊണ്ടാണ് അങ്ങോട്ട് കയറി പോകുന്നത്. ഇത് നമ്മുടെ കാവാണ്, നമുക്ക് മുകളിൽ കയറിപ്പോയി തൊഴാനുണ്ട്. നമ്മളിപ്പോൾ ആദ്യം ഇവിടെയൊക്കെ തൊഴുതിട്ടേ മേലോട്ട് പോകത്തുള്ളൂ. അപ്പോൾ പറ അവിടെ നടന്നുകൊണ്ടിരിക്കുവാണ്. നമുക്ക് പറയൊന്നും ഇടാനില്ല. സുഷമാമയൊക്കെ ഇടുന്നുണ്ട്, ആദ്യക്കുട്ടനെയും കൊണ്ട് ഇടിക്കുന്നുണ്ട്, സൂര്യചന്ദ്രനും കേശുവൊക്കെ പറയിടുന്നുണ്ട്. അപ്പം ഞങ്ങൾ തൊഴുത് കഴിഞ്ഞിട്ട് നേരെ വന്നിട്ട് മുകളിലും പോയി തൊഴുതിട്ട് വരുവാണ്. അവിടുത്തെ വീഡിയോസൊക്കെ ഞാൻ ചെറിയ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ലോങ് വീഡിയോയ്ക്ക് അതിലത് ഉൾപ്പെടുത്തുന്നില്ല. അത് കാണാത്തവർ അതിൽ പോയിന്ന് കാണണം കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞ് ഞാൻ ഏട്ടൻ്റെ അടുത്ത് ചോദിച്ചു എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിച്ചു. അതിന് പറഞ്ഞിട്ട് ഒരു പോസിറ്റീവ് എനർജിയാണ് വന്നപ്പോഴെന്നൊക്കെ ഏട്ടൻ പറഞ്ഞേ. അപ്പം ഞങ്ങൾ നേരത്തെ കല്യാണത്തിനൊക്കെ മുമ്പ് എല്ലാ ഉത്സവത്തിനും ഞങ്ങൾ വരാറുള്ളതായിരുന്നു ഇവിടെ. ഈ ഫ്ലോട്ടൊക്കെ കാണുന്നത് ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉത്സവത്തിന് വരുമ്പോഴാണ്. ഇപ്പോഴല്ലേ നമ്മൾ കൊല്ലത്ത് എങ്ങോട്ട് തിരിഞ്ഞാലും ഇതേ ഉള്ളൂ. നമ്മുടെ അവിടെ കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോഴാണ് ഞാനിതൊക്കെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഇതിനെപ്പറ്റിയൊക്കെ അറിയാവുന്നത് ഇവിടെ വെച്ചാണ് കേട്ടോ. അങ്ങനെ പറയൊക്കെ ആദ്യക്കൂട്ടൻ ഇടുവാണ്. അതിൻ്റെ വീഡിയോസൊക്കെ സഞ്ജേട്ടനാണ് എടുക്കുന്നത്. സഞ്ജേട്ടൻ എടുത്ത വീഡിയോസ് എല്ലാം നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നല്ല ക്യാമറാമാൻമാർ എടുക്കുന്നത് പോലെ തന്നെ എനിക്ക് എടുത്തു തന്നിട്ടുണ്ട്. വീഡിയോസൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. വീഡിയോ കാണുവാണെങ്കിൽ സഞ്ജേട്ടൻ ഇത് കേട്ടോട്ടെ. അങ്ങനെ വീഡിയോസൊക്കെ സഞ്ജേട്ടൻ ഒരു സൈഡിൽ നിന്ന് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അപ്പോഴത്തേക്ക് സൂര്യനും കേശുവും എല്ലാം പറയൊക്കെ ഇട്ട് അതിനുശേഷം നമ്മൾ പോകാമെന്നുള്ള തീരുമാനത്തിലായി കേട്ടോ. എന്ന് വെച്ചാൽ നേരത്തെ പോകണം, ഫുഡൊന്നും കഴിക്കാതാണ് വന്നത്. ശ്യാമളയ്ക്ക് ഒരു കേക്ക് വാങ്ങിക്കണം. ശ്യാമളയുടെ ബർത്ത്ഡേ എന്നാന്ന് ശ്യാമളയ്ക്ക് അറിയത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് എല്ലാവരും കൂടെ കൂടിയത് കൊണ്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൂടെ ഒന്ന് ആഘോഷിക്കാമെന്നൊക്കെ കരുതി ഇരിക്കുവാണ്. അപ്പോൾ അവിടെ ഇരുന്ന സമയത്താണെങ്കിൽ ശ്രീമോൻ നല്ല കൊട്ടും പാട്ടും ഒക്കെ ആയിരുന്നു. അവനാണെങ്കിൽ വീട്ടിലോട്ട് ചെന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ ആരുടെയും കയ്യിലും പോത്തില്ല, തറയിലും നിൽക്കത്തില്ല. ഇവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ച് നടക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പം അവർ തൊഴുതിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. മുകളിൽ പോയെന്ന് തോന്നുന്നു കേട്ടോ പ്രാർത്ഥിക്കാനായിട്ട്. അതുവരെ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ചെരുപ്പൊക്കെ ഇടാനായിട്ട് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ആദ്യക്കുട്ടൻ്റെ ഒരു കൂട്ടുകാരിയാണ്. ആ കൊച്ചാണെങ്കിൽ വീട്ടിൽ പോയിട്ട് തിരിച്ച് വന്നിട്ട് പിന്നെ ആദ്യക്കുട്ടന് ഒരു ലേസൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്ന് കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ കപ്പലണ്ടിയൊക്കെ അവിടെ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മച്ചി കപ്പലണ്ടി വാങ്ങിക്കാനായിട്ടും പോയി. അമ്മച്ചിക്ക് ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ കപ്പലണ്ടി. പക്ഷേ പിള്ളേർക്കാണേ വാങ്ങിച്ചു കൊടുക്കുന്നത്. അത് കപ്പലണ്ടി വിൽക്കുന്ന ഈ പുള്ളി നമ്മുടെ മേക്കിഴൂരുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴേ നമ്മൾ പറയുകയും ചെയ്തു നമ്മുടെ അവിടെ ഉള്ള അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വന്നത്. അപ്പോഴത്തെ അമ്പിളിക്കുഞ്ഞമ്മയും നമ്മുടെ ദേവൂട്ടിയും മധുവാമനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം സഞ്ജേട്ടൻ വീഡിയോ എടുക്കുന്നത് എൻ്റെ യൂട്യൂബിലിടാനാണെന്ന് അറിയുന്നില്ല അവർ. ചുമ്മാ വീഡിയോ എടുക്കുവാന്നാണ് ഓർത്തിരിക്കുന്നത്. വീഡിയോ ഇടുമ്പോഴേ അവർക്കൊക്കെ മനസ്സിലാവത്തുള്ളൂ കേട്ടോ. അങ്ങനെ അമ്മച്ചി കപ്പലണ്ടി വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. പിള്ളേർക്കെല്ലാം ഓരോരോ സെറ്റ് വാങ്ങിക്കുന്നുണ്ട്. 10 രൂപയ്ക്കൊന്നും തരത്തില്ല, 20 രൂപയ്ക്കാണ് കേട്ടോ തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരെണ്ണം കൂടെ വാങ്ങിക്കാനെ കൊണ്ട് ശ്യാമളയുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ ഒന്നുകൂടെ വേണമെന്നും പറഞ്ഞ് അങ്ങനെ കപ്പലണ്ടിയൊക്കെ വാങ്ങിച്ച് ആദ്യം കേശുവിനൊക്കെ കൊടുത്ത് നമ്മൾ അവരെ കയറ്റി വിടുവാണേ. അപ്പം ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ ലേസ് വാങ്ങിച്ചിട്ട് എനിക്ക് തന്നില്ലല്ലോ, അപ്പം ഒരു കൂട്ടുകാരി കൊണ്ട് കൊടുത്തതല്ലേ, അതെന്നെ ഒന്ന് കുലുക്കി ഒന്ന് കാണിക്കുമെങ്കിൽ എനിക്ക് തരുന്നില്ല കേട്ടോ. ഞാൻ അതിനെ കളിയാക്കിക്കൊണ്ടിരിക്കുവാണ്. അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് വണ്ടി കയറിയപ്പോഴത്തേക്ക് എല്ലാവരും കപ്പലണ്ടിയൊക്കെ തിന്നുകൊണ്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അനുപമയിൽ പോയാണ് കേക്ക് വാങ്ങിക്കുന്നത്. എലന്തൂർ പോകണം. അപ്പോൾ നമ്മൾ വേറെ വഴിയാണ് പോകുന്നത്. വന്ന വഴി മൊത്തം മഴ പെയ്തങ്ങ് പഞ്ചറായി കിടക്കുമായിരുന്നു. അതുകൊണ്ട് നമുക്ക് വരാൻ ഇച്ചിരി പാടായതുകൊണ്ട് ഇത് വേറെ വഴിയാണ് വരുന്നത്. അപ്പോൾ സഞ്ജേട്ടൻ വീഡിയോ എടുത്തിട്ട് പറയാം കുഞ്ഞാണെങ്കിൽ കപ്പലിൻ്റെ തിന്നുന്നതിൻ്റെ ധൃതിയിലാണെന്ന് നോക്കുന്നത് പോലും ഇല്ലെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ അനുപമ വന്ന് കയറി. ഞാൻ കയറിയില്ലായിരുന്നു, സഞ്ജേൻ്റെ കയ്യിലായിരുന്നേ ഫോൺ. അപ്പോൾ സഞ്ജേട്ടനാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ ഇത്രയും കേക്ക് കണ്ടിട്ട് എന്നോട് ചോദിച്ച് ഏത് വേണമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ ഇറങ്ങി വന്നിട്ട് വാങ്ങിച്ചോ മതിയെന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് പോയിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ ഇറങ്ങുമ്പോൾ ശ്യാമളയ്ക്ക് സംശയം വരും എന്താ കാര്യം എന്നുള്ളത്. എങ്കിലും ഒരു 100 വട്ടം ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് ഇപ്പോൾ കയറിയത്, വീട്ടിൽ പോയി ഫുഡ് കഴിക്കാൻ പോലെ എന്തോ വാങ്ങിക്കാൻ കയറിയതാണെന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞില്ല ഒരു ജ്യൂസ് വാങ്ങിക്കാൻ പോയതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു ഞാൻ അവിടെ അവരുടെ കൂടെ. അപ്പോഴത്തേക്ക് ഇവിടെ കേക്ക് പേരും ഒക്കെ എഴുതി ബർത്ത്ഡേ എന്നാണെന്ന് അറിയത്തില്ലെങ്കിൽ
നമ്മുടെ ചെറിയൊരു സന്തോഷം, അതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് അച്ഛനും മക്കളൊക്കെ അവർക്ക് വേണ്ടുന്ന ജ്യൂസൊക്കെ എടുത്ത് കുടിച്ചെന്നൊക്കെ ഉള്ളത് സഞ്ജേട്ടൻ വീഡിയോ എടുത്തത് കൊണ്ട് എനിക്ക് കാണാൻ പറ്റി. അല്ലാതെ വേറെ ഒന്നും എനിക്ക് വാങ്ങിച്ചുകൊണ്ട് തന്നൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഗ്യാസ് വെള്ളമൊന്നും കുടിക്കത്തില്ല. അങ്ങനെ പിന്നെ ആണെങ്കിൽ ശ്രീമോൻ ഒരു ഇച്ചിരി എന്തോ ലിംകയോ അങ്ങനെ എന്തോ ഒരു സാധനം കൊണ്ട് കൊടുത്തു കേട്ടോ. അതിൻ്റെ അടിഭാഗത്തൊരു ഇച്ചിരേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവർ വണ്ടിയുടെ ബാക്കിലാണേ വെച്ചത്, അമ്മച്ചി കണ്ടിട്ടില്ലായിരുന്നേ. അങ്ങനെ ഞാൻ അമ്മച്ചി കാണാതെ കൊണ്ടുവന്ന് ഇത് ഹാളിൽ വെച്ചിട്ട് ഞാൻ അമ്മച്ചിയോട് പറഞ്ഞ് ഡ്രസ്സ് ഊരിയിടുന്നതിന് മുമ്പ് ഇങ്ങോട്ടൊന്ന് വന്നേന്ന് പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് വന്നതാണ്. ഇവരൊക്കെ ആരുടെ ബർത്ത്ഡേ ചോദിക്കുക. അമ്മച്ചിയുടെ ബർത്ത്ഡേ എന്നാന്ന് അറിയത്തില്ല, ഇന്നാന്ന് പറഞ്ഞ അമ്മച്ചി ഇന്ന, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞു അമ്മച്ചിക്ക് അറിയത്തില്ലല്ലോ, ഞങ്ങൾ തീരുമാനിച്ച് ഇന്നാ ബർത്ത്ഡേ, ഇന്നപ്പോൾ കേക്ക് കട്ട് ചെയ്താൽ മതി. ഇല്ല ഞാൻ കട്ട് ചെയ്യത്തില്ല, ഞാൻ മുഖം പൊത്തി പിടിക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നതാണ്. അപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ വന്നത് പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു വാ എങ്കിൽ ഇരിക്കാം കട്ട് ചെയ്യാന്നൊക്കെ പറയും. എന്തായാലും നിങ്ങളായിട്ട് എടുത്ത ബർത്ത്ഡേ അല്ലയോ, എല്ലാവരും എങ്കിൽ വാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കുവാണ്. ആദ്യം വേണ്ട എന്നൊക്കെ പറഞ്ഞെങ്കിലും കേക്ക് കട്ട് ചെയ്തപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. ഞങ്ങളും ഇത്രയൊക്കെ പ്രതീക്ഷയുള്ളൂ, ഞങ്ങൾക്കും ഇതൊക്കെ തന്നെ ആയിരുന്നു വേണ്ടുന്നതും. അപ്പം ലേഹമ്മ പറയുവാണെങ്കിൽ ഞാൻ പോയി ഡ്രസ്സ് മാറിയിട്ട് വരാം എന്നൊക്കെ അമ്മ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഡ്രസ്സൊന്നും മാറണ്ട, ഇവിടെ നിന്നിക്ക്, ഇത് മതി, ഇനിയിപ്പോൾ സമയമൊന്നുമില്ല. എല്ലാവർക്കും വിശപ്പായി കേട്ടോ. കഴിക്കാതായിരുന്നു നമ്മൾ അമ്പലത്തിൽ പോയത്. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞുകൊണ്ട് നിന്നാണ്. ഞാനാണെങ്കിൽ ഒരു ഫോട്ടോ ഫ്രെയിമാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഫോട്ടോ ഫ്രെയിമിനകത്ത് ഞങ്ങൾ കൊച്ചു മരുമക്കളും എൻ്റെ 2 കൊച്ചുങ്ങളുമാണ് ഉള്ളത് ആ ഫോട്ടോയ്ക്കകത്തിൽ. അമ്മയും മാമനും ഇല്ല കേട്ടോ. അപ്പോൾ അമ്മച്ചിക്ക് അങ്ങനെ എല്ലാവരും കൂടെ ഉള്ളൊരു ഫോട്ടോ ആയിരുന്നു വേണമെന്ന് പറഞ്ഞത്. പക്ഷേ എന്തായാലും ഇത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. എന്നിട്ട് പറയുന്നത് കേക്ക് കട്ട് ചെയ്തതിനെക്കാട്ടി എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഫോട്ടോ ആണ്, ഇത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചായിരുന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ കേക്ക് ഇന്ന് വരെ കേക്ക് കട്ട് ചെയ്യാത്ത ശ്യാമള അതുകൊണ്ട് ആ 67 വയസ്സിൻ്റെയും കേക്കിൻ്റെ ഇന്ന് തന്നെ അങ്ങ് കട്ട് ചെയ്യുവാണ് കേട്ടോ. ഒത്തിരി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതാണ് അവിടെ നിന്നുകൊണ്ട് പറഞ്ഞത്, അതിൻ്റെ വീഡിയോ ആണ് എടുത്തത്. അങ്ങനെ കാശി ആദിക്കുട്ടനും കേക്കൊക്കെ എടുത്ത് വായി വെച്ച് കൊടുത്തു. അവർ കൊടുത്തത് മൊത്തം ക്രീമായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ശ്യാമളക്ക് ഇച്ചിരി കേക്കായിട്ട് എടുത്ത് കൊടുത്തു. മധുരം ഇഷ്ടമല്ലാത്ത ശ്യാമളയാണ്, അതുകൊണ്ടാണ് മുഖമൊക്കെ അങ്ങനെ വെക്കുന്നത്. ശ്യാമളയ്ക്ക് സന്തോഷം കാരണം ശ്യാമളയുടെ കണ്ണും നിറയുന്നു, ചിരിക്കുകയും ചെയ്യുന്നു, കൈയും കൊട്ടുന്നു. അതൊക്കെ കണ്ടപ്പോൾ വീഡിയോസിലാണ് നമ്മൾ അതൊക്കെ കൂടുതൽ കണ്ടത്. അപ്പോൾ എനിക്കങ്ങ് ഒരുപാട് സന്തോഷമായി. നമ്മൾ ഇത്രയും ചെയ്തെങ്കിലും ശ്യാമളയ്ക്ക് സന്തോഷമായല്ലോ. ഞാൻ ഈ സർപ്രൈസായിട്ട് അങ്ങോട്ട് ചെല്ലുവെടുക്കുകയൊക്കെ ചെയ്യുന്നത് ശ്യാമളയുടെ ഈ സന്തോഷം കാണാൻ വേണ്ടിയിട്ടാണ്. പറഞ്ഞിട്ട് ചെല്ലുമ്പോൾ നമ്മളെ കാത്തിരിക്കും. നമ്മൾ പറയാതെ അങ്ങോട്ട് ചെന്നങ്ങോട്ട് കയറുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് അങ്ങ് സന്തോഷമാവും. ശ്യാമളയ്ക്കും അത് ഇഷ്ടമാണ്. ഞാനിപ്പോൾ പറയാതെ ചെന്ന് കയറുന്ന സർപ്രൈസായിട്ട് ചെല്ലുന്നത്. അങ്ങനെ വീഷാണൻ അവിടെ ഇരുന്ന് ഞങ്ങൾ കൊണ്ടുകൊടുത്ത ഫോട്ടോസൊക്കെ കാണുവാണ്. ഞാൻ അപ്പോഴത്തേക്ക് എല്ലാം കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കാനുള്ള ധൃതിയിലായിരുന്നു. ശ്യാമള അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കുവാണ്. ജീവിതത്തിൽ ഇന്ന് വരെ കേക്ക് കട്ട് ചെയ്യാത്ത ഞാനാണ്, അതൊക്കെ എന്നിട്ട് ഇന്ന് ഇത് നടന്നെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പം ഞാൻ പറഞ്ഞു എന്തോ വേണം, ഞങ്ങൾ ഇത്രയും കൊച്ചുമക്കളില്ലയോ, ഇതിൽ കൂടുതൽ എന്തോ വേണ്ടതെന്നൊക്കെ ചോദിച്ചേ. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് മാമനും വന്നിട്ടുണ്ടായിരുന്നു. കേക്ക് കട്ട് ചെയ്തപ്പോൾ തന്നെ മാമൻ വന്നെന്ന് തോന്നുന്നു കേട്ടോ. ഞങ്ങൾ 10:30 ആകുമ്പോഴത്തേക്ക് വരണേന്ന് മാമൻ്റെ അടുത്ത് പറഞ്ഞെങ്കിലും മാമൻ വന്നത് ഞാൻ കണ്ടില്ലായിരുന്നു. അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് എല്ലാവരും കൊടുത്ത് ഞങ്ങൾ ഫുഡും കഴിച്ചിട്ട് നമ്മൾ പോകാനായിട്ട് ഇങ്ങനെ ഇറങ്ങി കേട്ടോ. അപ്പം നമുക്കിനി നേരെ മലയാളപ്പുഴയ്ക്കാണ് പോകേണ്ടത്. അമ്മ വന്നിട്ട് ഇതുവരെ അമ്മയുടെ അമ്മയും അച്ഛനെയും അനിയത്തിയും ഒന്നും പോയി കണ്ടില്ല. അതവിടെ പരിഭവമാണ്. എങ്കിൽ പോലും നമ്മളിവിടെ വന്ന് ഇന്ന് തന്നെ ഞങ്ങളങ്ങ് പോകും കേട്ടോ. വീട്ടിൽ ചെന്നിട്ട് അവിടെ കുറച്ച് സമയം ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വൈകിട്ട് അങ്ങ് പോകാനാണ് പ്ലാൻ. ഇവിടെ ഉത്സവമാണ്, തിരിച്ചിങ്ങോട്ട് വരണമെന്നാണ് എല്ലാവരും പറയുന്നത്. അന്നേരവും ഞങ്ങൾ പറഞ്ഞു പറ്റുമെങ്കിൽ വരാം, അല്ലെങ്കിൽ അങ്ങ് പോകും. ഇനിയിപ്പോൾ സമയം കാണുമെന്ന് അറിയത്തില്ല. എനിക്ക് പിറ്റേ ദിവസം തിങ്കളാഴ്ച രാവിലെ പോയിട്ട് കാശി സ്കൂളിൽ വിടലൊന്നും നടക്കത്തില്ല കേട്ടോ. ഇന്ന് വൈകിട്ട് പോകുകയാണെങ്കിൽ കുഴപ്പമില്ല, രാവിലെ എഴുന്നേറ്റ് റെഡിയായി അങ്ങ് പോവാം. ഇവിടുന്ന് ചെന്നിട്ടാകുമ്പോൾ ക്ഷീണമാവും. ഞാൻ പറഞ്ഞല്ലോ, എനിക്കിപ്പോൾ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് തലവേദന എടുക്കും. തലവേദന എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഛർദ്ദിച്ച് കഴിഞ്ഞാലേ എനിക്ക് ഓക്കെ ആവത്തുള്ളൂ. അപ്പം ഞങ്ങൾ പോകുന്നതിൻ്റെ വിഷമത്തിൽ നിൽക്കുവാണ്. ആദ്യം ഇതുവരെ അടിച്ച് പൊളിച്ച് നിന്നിട്ട് പോവാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര സങ്കടം. ശ്രീമോനാണെങ്കിൽ പോകാൻ ഇറങ്ങിയപ്പോൾ തൊട്ടേ സന്തോഷം. ടാറ്റ കൊടുത്ത് അങ്ങ് നിൽക്കുമോ, ഞങ്ങൾ പോവാന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ പോകാൻ ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് വീട്ടിൽ നിൽക്കുന്ന ആളൊന്നുമല്ല, ഭയങ്കര അങ്ങ് ഉഷാറാവുമേ. അങ്ങനെ നമ്മളെല്ലാവരോടും ബൈ പറയുവാണ്. പറയുന്ന സമയത്തും എല്ലാവരും വൈകിട്ട് വരണമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ബ്ലോക്ക് ഇല്ലെങ്കിൽ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പോവുകയാണ് കേട്ടോ. ശ്രീമോൻ ടാറ്റ കൊടുത്ത് മതിയാവുന്നില്ല, പിന്നെയും ടാറ്റ കൊടുക്കുന്നു. അപ്പോഴത്തേക്ക് ആദ്യക്കുട്ടനും ഒക്കെ ടാറ്റ തന്നു. അങ്ങനെ നമ്മൾ നേരെ ഇനി മലയാളപ്പുഴയ്ക്കാണ് പോകുന്നത്. മലയാളപ്പുഴ ചെന്നിട്ട് വേണം ഇനി ബാക്കി കാഴ്ചകൾ കാണാനൊക്കെ ഉണ്ട്. അപ്പം പോകുന്ന വഴിക്ക് ഇന്ന് ഒത്തിരി ഉത്സവങ്ങൾ കാണും കേട്ടോ. വൈകിട്ടാണ് നമുക്ക് പണി കിട്ടാൻ പോകുന്നത്. ഇപ്പോൾ രാവിലെ കുഴപ്പമൊന്നുമില്ല, അതങ്ങ് പോകാൻ പറ്റും, വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നേ. അങ്ങനെ ഞാൻ ഫോണും ഒക്കെ സഞ്ജയൻ്റെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ പോവുകയാണ്. അപ്പോൾ അമ്മയുടെ ഒരു കൂട്ടുകാരിയുണ്ട് പരിയാരത്ത്, പ്രിയ ചേച്ചി. അപ്പോൾ പ്രിയ ചേച്ചിയെ കാണണം, അവിടെ നിന്ന് വണ്ടി നിർത്തണമെന്ന് പറയുന്നുണ്ട് അമ്മ. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ നിർത്താമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതിന് പറഞ്ഞു നീ കൊലച്ചത് നീ എന്നോട് വേണ്ടായിരുന്നു, നീ ഇത് നേരത്തെ പറഞ്ഞാൽ ഒരുങ്ങി നിൽക്കുമായിരുന്നല്ലോ എന്നും പറഞ്ഞ് വണ്ടിയുടെ പുറകിലോട്ട് പോയി നിന്ന് രണ്ടുപേരുടെ പാത്ത് കളിക്കുവാണേ.
ചേച്ചി ജന്മം ചെയ്താൽ ഫ്രണ്ടിലോട്ട് വരത്തില്ല, ഞാൻ വീഡിയോ എടുക്കുമെന്നും പറഞ്ഞ്. ഞാൻ പറഞ്ഞു വന്നാലും ശരി വന്നില്ലല്ലോ ശരി, ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു നീ ആ വീഡിയോ ഒന്ന് ഓഫ് ചെയ്താൽ എനിക്ക് കൊച്ചിനെങ്കിലും വന്നൊന്ന് കാണാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നിന്നേ. അത് കഴിഞ്ഞപ്പോൾ അവരുടെ ഏതൊരു ബന്ധു വന്നപ്പോഴത്തേക്ക് ചേച്ചി അപ്പുറത്തോട്ട് അങ്ങ് പോയി. ഞങ്ങളും വണ്ടി എടുത്ത് ഇങ്ങ് പോരുവാണ് കേട്ടോ. അപ്പോൾ അമ്മയാണെങ്കിൽ പോയതിന് ശേഷം ഇവരോട്ട് വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യുമായിരിക്കും. അമ്മ വന്നെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തുമായാലും ചേച്ചിയും കണ്ടു. അങ്ങനെ നമ്മൾ നേരെ പത്തനംതിട്ട എത്തി. അമ്മയുടെ സമതയുടെ അവിടെ എത്തി കേട്ടോ. ഇറങ്ങിയില്ല. അമ്മ പിന്നെ ഒരു ദിവസം വന്ന് കയറി എല്ലാവരെയും കാണാൻ വരത്തതേ ഉള്ളൂ എന്ന് പറയും. ഇതായിരുന്നു അമ്മ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമത. അവിടെ നമ്മൾ നേരെ മലയാളപ്പുഴ എത്തി. മലയാളപ്പുഴ അമ്പലമാണ് ഇത്. അമ്പലത്തിലൊന്നും കയറിയില്ല. ഉച്ച സമയം ആയി, 12:30 ആയി. എങ്കിൽ പോലും ഭയങ്കര ജനമായിരുന്നേ. ഗ്രൗണ്ടിലെല്ലാം വണ്ടിയായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നേരെ ഇന്ന് വണ്ടി എന്തായാലും മുറ്റത്തോട്ട് അങ്ങ് ഇറക്കിയേക്കാന്ന് നേരം നമ്മൾ എപ്പോൾ വന്നാലും റോളിലിട്ടിട്ട് പോത്തതേ ഉള്ളൂ. നമ്മുടെ സാധനങ്ങളൊക്കെ വണ്ടി ഇരിക്കില്ല, ഇതെല്ലാം ചുമ്മിക്കൊണ്ട് പോകണ്ടല്ലോ എന്നും കരുതി വണ്ടി നമ്മൾ നേരെ നമ്മുടെ വീടിൻ്റെ മുറ്റത്തോട്ട് ഇറക്കുവാണ്. നമ്മൾ വരുന്നതെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് അമ്മച്ചിയും മായും എല്ലാം ഫ്രണ്ടിലോട്ട് വരുന്നുണ്ട് കേട്ടോ. നമ്മളെ വരവേൽക്കാൻ വേണ്ടി താലപ്പൊലിയും പിടിച്ചുകൊണ്ട് നിൽക്കുവാണ്. എല്ലാവരും അമ്പിയുണ്ട് കേട്ടോ അവിടെ. അച്ചാച്ചൻ ഉറക്കമായിരുന്നു. അച്ചാച്ചൻ മോളെ കാണാൻ വേണ്ടിയിട്ട് നോക്കി ഇരുന്നിട്ട് ലാസ്റ്റ് അങ്ങ് ഉറങ്ങിപ്പോയി. അപ്പോഴത്തേക്ക് രണ്ടുപേരെയും കൂടെ കണ്ട് കെട്ടിപ്പിടിച്ചു. മായ കെട്ടിപ്പിടിക്കുന്നൊന്നും വീഡിയോ കിട്ടിയില്ല. ചാടി ഇറങ്ങി ഫോണും. ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് അമ്മ ചാടി ഇറങ്ങി മായ കെട്ടിപ്പിടിച്ച്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മച്ചി അമ്പി എല്ലാവരെയും കണ്ട് ശ്രീമോനെ വിളിക്കുവാണേ അമ്മച്ചി. അവൻ ജന്മം ചെയ്താൽ പോത്തില്ല. അങ്ങനെ പിന്നെ നമ്മൾ കുറേ സമയം അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് ഒരു ഉറക്കമൊക്കെ പാസ്സാക്കിയതിന് ശേഷമാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. അപ്പം സാധനങ്ങളൊക്കെ കൊണ്ടുവന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കുകയൊക്കെ ചെയ്ത് അത് കഴിഞ്ഞപ്പോഴും നമ്മുടെ കുഞ്ഞാറ്റയും പൊന്നും കൂടെ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കുഞ്ഞാറ്റയ്ക്കാണെങ്കിൽ അമ്മ എന്തോ ബോളോ ഒന്നാണ്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൊടുത്തു. അവൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരോടും ബൈ പറഞ്ഞിട്ട് ഇറങ്ങുവാണേ. അപ്പോൾ ലേഹമ്മയെല്ലാം ടാറ്റ നമ്മളെ വിടുന്നുണ്ട്. നമ്മൾ നേരെ പോവുകയാണ്. ഒരാഴ്ച കഴിയുമ്പോൾ ലേല വീണ്ടും വീട്ടിലോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ലേഹമ്മയായിട്ടുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. കുക്കിംഗ് വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. നമുക്ക് ധൃതിയായിപ്പോയി. അതുകൊണ്ടാണ്. ഒന്നാമത്തെ കാര്യം വീഡിയോസ് എഡിറ്റ് ചെയ്യാനും എടുക്കാനുള്ള സമയം എനിക്കില്ല, വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടൊക്കെയാണ്. അമ്മയും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ റെസ്റ്റിലാണ്. അമ്മയാണ് പിന്നെ ജോലിയെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് പിന്നെ ഞാൻ അധികം വീഡിയോസ് ഒന്നും എടുത്തില്ല. ഇങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി മറിഞ്ഞ് നടക്കുകയും എടുക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു. നമ്മുടെ അമ്മമാർ വരുമ്പോഴല്ലേ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും എടുക്കാൻ. അപ്പോൾ ഇനി അമ്മ വരുന്നുണ്ട് ഞാൻ വീഡിയോസൊക്കെ എടുക്കാൻ കേട്ടോ. അമ്മയുടെ കുക്കിങ്ങിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഏനാത്ത് പാലമാണ് കാണുന്നത് കേട്ടോ. നമുക്കപ്പോൾ എനിക്ക് തലവേദന തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഒരു കോഫി കുടിക്കണമെന്നും പറഞ്ഞാണ് അപ്പോൾ നമ്മൾ ഏനാത്ത് പാലം കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലോട്ട് പോയി കഴിയുമ്പോഴാണ് നമ്മൾ കോഫി കുടിക്കുന്നത്. അങ്ങനെ ഇവിടെ കയറാമെന്ന് പറഞ്ഞപ്പോൾ ഏട്ടപ്പൻ അവിടെ ഭയങ്കര തിരക്കാണ്, ഇപ്പോഴൊന്നും പറ്റത്തില്ലെന്നും പറഞ്ഞ് നമ്മൾ അത് കഴിഞ്ഞ് അടുത്തടുത്ത് കയറി. ഇവിടെയാണ് കൂടുതൽ വട്ടം നമ്മൾ തിരിച്ച് വരുമ്പോൾ സമയത്ത് കയറുന്നത്. ഇതിൻ്റെ പേരെന്തോ ചൂണ്ടക്കാരൻ്റെ സീ ഫുഡ് റെസ്റ്റോറൻറ്റ് അങ്ങനെ എന്തോ ആണ് കേട്ടോ ഇതിൻ്റെ പേര്. അപ്പം റെസ്റ്റോറൻറ്റ് ഓപ്പൺ അല്ലായിരുന്നു. ഈ ഒരു ചായയും കോഫിയും കൊടുക്കുന്നത് അത് മാത്രമേ ഓപ്പൺ ഉള്ളായിരുന്നു. അങ്ങനെ ഒരു കോഫി വാങ്ങിച്ചു, ഒരു മീറ്റ് റോളും ഏട്ടൻ വാങ്ങിച്ചു തന്നു. ഞാനൊരു ഏലാഞ്ചി ആയിരുന്നു പറഞ്ഞത്. ഏലാഞ്ചി തീർന്നായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് കാശി ഉറക്കമായിരുന്നു. ഏത്തക്കപ്പം വേണമെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഉറങ്ങിപ്പോയി. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ച് അവിടെ നേരെ വരുന്നിടത്തെല്ലാം ഉത്സവങ്ങളായിരുന്നു കേട്ടോ. അപ്പം വലിയ ബ്ലോക്കില്ലായിരുന്നു. എങ്കിലും നമ്മൾ 5:30 കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു 7:45 8 മണിയോട് അടുപ്പിച്ച് നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. വീട്ടിലെത്തിയപ്പോഴത്തേക്ക് അമ്മയും അമ്മച്ചി എല്ലാവരും വിളിച്ചതുകൊണ്ട് ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ, സീ യു.